നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എന്റെ മോന്റെ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നത്. അതിനിടയിലേക്കാ ആ അപശകുനം വന്ന് കയറിയത്. അയാൾ വന്നു കയറിയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബസു? വെറുതെ വന്ന് കയറിയതല്ലോ, ക്ഷണിച്ചു വരുത്തിയതല്ലേ. അയാള് വലിഞ്ഞു കയറി വന്നതായിരുന്നെങ്കിൽ കീഴ്മേൽ നോക്കാതെ അടിച്ചിറക്കി വിട്ടേന ഞാൻ. അതെങ്ങനെയാ? ഈശ്വരമംഗലത്തെ മരുമകള് തന്നെയല്ലേ ആ ജന്മ ശത്രുവിനെ തെരഞ്ഞു പിടിച്ച് ഫംഗ്ഷന് ക്ഷണിച്ചത്. അമ്മേ, കാര്യങ്ങൾ നിധി തന്നെ പറഞ്ഞതല്ലേ. CK ചന്ദ്രബോസും നമ്മളും തമ്മിലുള്ള ശത്രുതയുടെ കാര്യങ്ങളൊന്നും നിധിക്ക് അറിയില്ലായിരുന്നു. അറിയാൻ പറ്റില്ല. എങ്ങനെ അറിയാനാ? ഒരു കുടുംബത്തിലേക്ക് വന്നു കയറിയ അവിടുത്തെ സൗകര്യങ്ങളിൽ കണ്ണു മഞ്ഞളിച്ചിരുന്നാ പോരാ. അതെങ്ങനെ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം. അയാൾ അവിടെ നിന്ന് ഗൗതമിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കൊടുത്ത നക്കാപ്പിച്ച കൊണ്ടാണ് നിന്റെ ഭാര്യ പഠിച്ചതെന്ന്. എന്താടാ അത് കേട്ടിട്ട് നിനക്ക് നാണം തോന്നിയില്ലേ? അത് പിന്നെ നിധിയുടെ അന്നത്തെ അവസ്ഥയിൽ അവസ്ഥ തന്നെയാ പ്രശ്നം. ഓരോരുത്തരും ബന്ധം എടുക്കുമ്പോ അവസ്ഥയ്ക്ക് ചേർന്നെടുത്ത് നിന്ന് ബന്ധം എടുക്കണം. അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വെച്ച് ഇതുപോലെ നാണം കെടേണ്ടി വരും. അയാളുടെ ചെലവിൽ പഠിച്ചു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ അയാളുടെ ചെലവിലൊന്നും അല്ലല്ലോ ജീവിച്ചത്. അയാൾ വന്നത് തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാ. അതും പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കിയ അയാളുടെ ആഗ്രഹം സാധിച്ചതുപോലെയല്ലേ? വഴക്കുണ്ടാക്കുന്നു എന്നല്ല ഏട്ടത്തി, എന്റെ സങ്കടം കൊണ്ട് പറയുന്നതാ. അയാളെ ഇറക്കി വിടാൻ നോക്കിയപ്പോഴാ ക്ഷണിക്കപ്പെട്ട അതിഥിയാണെന്ന് പറഞ്ഞ് അയാൾ എന്റെ നാവടക്കിയത്. ഇങ്ങനെ ഒരുത്തനെ ക്ഷണിച്ചുവെന്ന് നേരത്തെ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അത് വിട്ടുകള ആന്റി, നല്ലൊരു ദിവസമായിട്ട് സന്തോഷം കളയല്ലേ. ഞാൻ മിണ്ടാതിരുന്നാ നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റില്ല. ഞാൻ എന്റെ ജീവിതം കൊടുത്ത് കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിനെയാ CK ചന്ദ്രബോസ് എന്ന ഗജ ഫ്രോഡ് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത്. അയാള് വെല്ലുവിളിച്ചെന്ന് കരുതി നമുക്ക് ജപ്പാൻ കമ്പനിയുടെ പ്രോജക്ട് നഷ്ടപ്പെട്ടതൊന്നുമില്ലല്ലോ. നിനക്ക് നിന്റെ ഭാര്യയെ ന്യായീകരിക്കണം. ഏട്ടത്തിക്ക് മരുമോൾ എന്ത് ചെയ്താലും അതൊക്കെ പുണ്യകർമ്മം. എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാ. ആർക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും താല്പര്യമില്ല. എന്റെ ആയുസിന്റെ ഈ നിമിഷം വരെയും ഞാൻ അധ്വാനിച്ചത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാ. അതിന്റെ അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടിയാ. ഈശ്വരമംഗലം എന്ന ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും സമൂഹത്തിന് മുന്നിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടിയാ. നശിപ്പിച്ചു. ഞാൻ ക്ഷണിച്ചു വരുത്തിയ എന്റെ ഗസ്റ്റുകൾക്ക് മുന്നിൽ എല്ലാം അപമാനിക്കപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കും അതിൽ വേദനയും സങ്കടവും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് തോന്നും. അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാരമില്ല, പോട്ടെ. അങ്ങനല്ല ഗൗതം, എല്ലാം ഞാൻ കാരണമാണ്. ഞാനാ തെറ്റുകാരി. എന്താ മോളെ ഇത്? സത്യമാണമ്മേ, എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം ഈ കുടുംബത്തിനേറ്റ നാണക്കേടിന് ഞാൻ ക്ഷമ ചോദിക്കാം എല്ലാവരോടും. മാപ്പ് തരണം എനിക്ക്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? മോളെ,
നിധി, എന്താടോ ഇത്? ഇത്രയ്ക്കുള്ളൂ താൻ? ഏ ഒന്നുമില്ല. ഞാൻ പെട്ടെന്നെന്തോ അറിയില്ല, ഇമോഷണൽ ആയിപ്പോയി. അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനും അപ്പുറം എന്തെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ പാറ പോലെ ഉറച്ചു നിന്നിട്ടുള്ള ആളല്ലേ താൻ? സാരമില്ല, ഗൗതം പോയി ഡ്രസ്സ് മാറ്. നോക്ക് നിധി, എന്റെ പെണ്ണ് തൊട്ടാവാടിയാവുന്നത് എനിക്കിഷ്ടമല്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വൈസ് ചെയർപേഴ്സണാണ്. ഗൗതം കെട്ടിയ താലി കഴുത്തിൽ കിടക്കുന്ന ഗൗതമിന്റെ ഭാര്യ കൂടിയാണ് ഞാനിപ്പോ. ഈ താലി എന്റെ കഴുത്തിൽ വീഴുന്ന ദിവസം ഞാൻ കാരണം തന്നെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്രത്തോളം കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്നത്തേത്. ഞാനും ഗൗതവും ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര കൊതിച്ചതാ. എല്ലാ സന്തോഷവും ഞാനായിട്ട് കളഞ്ഞു കുളിച്ചില്ലേ. അങ്ങനെ ഒരു സന്തോഷവും ഇവിടെ ആരും കളഞ്ഞു കുളിക്കാൻ പോകുന്നില്ല. ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നതേ നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും കൂടിയാ. ഒരു കരച്ചിലുകാരി വന്നിരിക്കുന്നു. നാണോ ഇല്ലല്ലോ. ദാരിദ്ര്യത്തിൽ ജനിച്ചത് എന്റെ കുറ്റമാണോ അമ്മ? പലരുടെ ഔദാര്യത്തിൽ തന്നെയാ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. സഹായം വെച്ച് നീട്ടുന്നവരുടെ സ്വഭാവ ഗുണമൊന്നും പരിശോധിച്ച് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ. CKCയുടെ പണം കൊണ്ട് നീ പഠിച്ചിട്ടുണ്ട്, അതിനെന്താ ഇപ്പൊ കുഴപ്പം? ഫംഗ്ഷനിൽ വെച്ച് അയാളത് വിളിച്ചു പറഞ്ഞപ്പോ ഈ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ നാണക്കേടായില്ലേ? നാണക്കേടായെന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? വസുന്ധരാന്റി പറഞ്ഞത് ഗൗതവും കേട്ടതല്ലേ? വസു അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ മോളെ? അയാള് വന്ന് ടെൻഡറിന്റെ കാര്യത്തിൽ വെല്ലുവിളിച്ചു. അതിന്റെ ദേഷ്യ വസുന്ധരയ്ക്ക്. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ. സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നത് ബിസിനസിനെയാ. അതിലൊരു പോറൽ ഏൽക്കുന്നു തോന്നിയാൽ പിന്നെ കണ്ണു കാണില്ല. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. എനിക്കറിയില്ല ഗൗതം, എന്തുകൊണ്ടും ഞാൻ ആകെ തളർന്നുപോയി. ഒരു തളർച്ചയില്ല. എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. ഈ മുറിയിലെ കുറച്ച് പണിയൊക്കെ ഉള്ളതാ. വാ. ഇന്നത്തെ രാത്രിയുടെ ഒരു സന്തോഷം കളഞ്ഞു കുളിക്കാൻ ഞങ്ങളാരും സമ്മതിക്കില്ല. നോക്ക്, ബെഡൊക്കെ അലങ്കരിക്കാൻ പിള്ളേരിപ്പം വരും. അവർക്കേ മുറി ഒഴിഞ്ഞു കൊടുക്കണം. വന്നേ, വാ ഇങ്ങോട്ട് വാ. ആന്റി, എടി, ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ ഒന്ന് നോക്ക് ചെയ്യണോ എന്നുള്ള മര്യാദ പോലും ഇല്ലേ നിനക്ക്? അല്ല, അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള വെപ്രാളത്തിൽ വന്നപ്പോഴേ. അല്ലെങ്കിലും ഞാൻ കഥകളും മുട്ടിയിട്ടൊന്നും അല്ലല്ലോ ആന്റിയുടെ മുറിയിലേക്ക് വരാറുള്ളത്. ആ പതിവൊക്കെ നിർത്തിക്കോ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി. എന്താ ആന്റി, എന്താ ഈ കാര്യങ്ങള്? ഞാന് ആശുപത്രിയിൽ നിന്ന് അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓടിപ്പിടിച്ച് വരികയായിരുന്നു. ഓ, എന്തിനാ ഇപ്പൊ ഓടിപ്പിടിച്ച് വന്നത്? ഇനി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയിട്ട് ഒരു കാര്യമില്ല. താലികെട്ട് കഴിഞ്ഞു എന്ന് ആന്റി വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഇന്നത്തെ രാത്രി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആന്റി? നിന്റെ അമ്മ ഒറ്റ ഒരുത്തിയാ എല്ലാം നശിപ്പിച്ചത്. തോറ്റുപോയി. ജയിച്ചത് നിധിയാ. അവൾ ആഗ്രഹിച്ചെടുത്തേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അപ്പോ തോൽവി സമ്മതിച്ച് എല്ലാത്തിന്നും പിന്മാറി ആയുധം വെച്ച് കീഴടങ്ങാനാണോ
ആന്റിയുടെ തീരുമാനം? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആന്റി പറഞ്ഞതും കാണിച്ചതും ഒക്കെ വെറും ഷോ ഓഫ് ആയിരുന്നില്ലേ? നിർത്തടി. നിന്റെ അമ്മ കാണിച്ച മണ്ടത്തരം കാരണം ഞാനൊന്ന് തോറ്റു എന്ന് കരുതി ഞാൻ നിധിയുടെ ദാസ്യവേലയ്ക്ക് പോകുന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? കയ്യിലെ ഒരായുധം നഷ്ടമായാൽ പകരം 1000 ആയുധങ്ങള് ദൈവം തന്നെ എനിക്ക് കൊണ്ടുതരും. നീ നോക്കിക്കോ, നിധിയെ ഇനി ഈ വീടിന്റെ പടിയിറക്കി വിടുന്നത് ഞാനായിരിക്കില്ല. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ മകൻ ഗൗതമായിരിക്കും.